ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ദേവസ്വം ബോർഡിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എക്സാം നമ്മൾ നന്നായിട്ട് എഴുതി. ഇനി വരാൻ പോകുന്ന, അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എക്സാമിൽ 2-3 എക്സാമുകൾ വരാനുള്ള പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ ബാക്കിയുള്ളത് നമ്മളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഒരുപാട് ഒഴിവുകളുണ്ട്. ഒഴിവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈവ് സെഷൻ നമ്മൾ നടത്തുകയാണ്. അത്തരത്തിലെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിന്ന് ആ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ, അല്ലേ? അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമ്മൾ പല സ്ഥലത്ത് നമ്മൾ പഠിക്കും, പക്ഷേ അത് എങ്ങനെ നമ്മൾ പഠിക്കണം, അതിൻ്റെ മെയിൻ പോയിന്റുകൾ എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞാലേ കറക്റ്റായിട്ട് നമുക്കൊരു വേയിൽ കൂടെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, അതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങളെ നമ്മൾ കുറച്ച് സീരീസ് ആയിട്ട് 1, 2, 3, 4 എന്ന രീതിയിൽ കുറച്ച് സീരീസ് ആയിട്ട് നമ്മൾ പറയുകയാണ്. ഇന്ന് ആദ്യത്തെ ഒരു സീരീസ് എന്ന രീതിയിൽ നമ്മൾ കുറച്ച് ക്ഷേത്രങ്ങളെ പറ്റി പരിചയപ്പെടും, അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ട് പോകാം, നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ശരി. നമുക്കറിയാം, കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന രീതിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ ക്ഷേത്രങ്ങളെ പറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റേതായ ഓരോ രീതിയിലുള്ള പ്രത്യേകതകളുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പങ്ങളായിട്ടും അതേപോലത്തെ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയായിട്ടുമായി ബന്ധപ്പെട്ടൊക്കെ, അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ ഒരു 3 ക്ഷേത്രങ്ങളെ പറ്റി പഠിക്കാം. പിന്നീട് വരുന്ന ക്ലാസ്സിൽ കൂടുതൽ ക്ഷേത്രങ്ങളെ പറ്റി കൂടുതലായിട്ട് മനസ്സിലായി അവിടുന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരറ്റത്ത്, അല്ലേ, ഏറ്റവും ഇങ്ങേയറ്റത്ത്, അതായത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ക്ഷേത്രമാണ്. നമുക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത് സ്ഥലമാണ്. എവിടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? അറിയാം, തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നമ്മളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം വരുന്നത്, അല്ലേ? സമ്പന്നമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ അവിടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മളുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നീട് കേരള ദ്രാവിഡ ശൈലികളിലുള്ള നിർമ്മാണം ആണ് ആ ക്ഷേത്രത്തിനുള്ളത്. നിങ്ങൾക്കറിയാം, അതായത് നമ്മളുടെ തമിഴ്നാടുമായി ഏറ്റവും ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളവും അതേപോലെ ദ്രാവിഡ ശൈലിയിലും കൂടി, രണ്ടും കൂടി ഒരുമിച്ചാണ് ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. നമുക്കറിയാം, അല്ലേ? കാരണം ആ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂര്യ അസ്തമയ സമയത്തും ഉദയ സമയത്തൊക്കെ ഓരോരോ കിളിവാതിലിൽ കൂടെ നിശ്ചിതമായ ഇടവേളകളിൽ ആ സൂര്യൻ്റെ പ്രകാശം നമ്മൾ വരുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലേ? ഇത്തരത്തിൽ കേരള ശൈലിയും അതേപോലെ ദ്രാവിഡ ശൈലിയും കൂടെ കൂട്ടിയോജിപ്പിച്ചാണ് ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ഇന്ത്യയിലെ 108 ദിവ്യ ദേശങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിൽ ആഴ്വാന്മാർ ദിവ്യ കീർത്തനങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. കൂടാതെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. അതായത് അനന്തനിൽ യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണുവായിട്ടാണ് അവിടെ പ്രധാനപ്പെട്ട ആരാധന, ആ വിഗ്രഹത്തിൻ്റെ രീതി. അപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സാധാരണ വിഗ്രഹത്തിൻ്റെ രീതി എങ്ങനെയാണ്? അത് യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണു എന്ന രീതിയിലാണ്. അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അടുത്തൊരു നോക്കാം. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജാവായിരുന്നു. അദ്ദേഹം ഇന്നത്തെ രീതിയിൽ ക്ഷേത്രത്തെ ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാം. പിന്നീട് പ്രധാനപ്പെട്ട ഒന്നാണ് തൃപ്പടിദാനം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഒന്നാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. നോക്കൂ, മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു, അല്ലേ? തൃപ്പടിദാനം, അതിനെയാണ് നമ്മൾ തൃപ്പടിദാനം എന്ന് പറയുക. കൂടാതെ മറ്റൊരു പ്രധാന പോയിന്റ്, ആ രാജാക്കന്മാരെ, തിരുവിതാംകൂർ രാജാക്കന്മാരെ തങ്ങളെ ശ്രീ പത്മനാഭദാസൻ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. പത്മനാഭദാസർ എന്നറിയപ്പെടുന്ന രാജവംശം ഏതാണ് എന്ന് നമുക്ക് ചോദിച്ചേക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണത് ഏതാണ്? തിരുവിതാംകൂർ രാജവംശമാണെന്നുള്ള കാര്യം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുക, പത്മനാഭദാസർ എന്ന പേരിൽ. കാരണം അവരുടെ പേരിന് മുന്നിലായിട്ട് പത്മനാഭദാസൻ എന്ന രീതിയിൽ പേരും കൂടി അവിടെ ഉണ്ടാവും. ഓക്കെ, ദെൻ അടുത്തത് തിരുവനന്തപുരം എന്ന പേരിൽ ഉത്ഭവം ക്ഷേത്രത്തിൻ്റെ പേരിൽ നിന്നാണ്. അതായത് നമുക്കറിയാം, ആ
ഓരോരോ സ്ഥലത്തെയും പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങളും അതേപോലെ ആ ഒരു പ്രദേശത്തുണ്ടായ പ്രധാന സംഭവങ്ങളുമായിട്ട് ബേസ് ചെയ്തായിരിക്കും കൂടുതലായിട്ടും അവിടുത്തെ പേരുകൾ വന്നിട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തിരുവനന്തപുരം എന്ന പേരും കൂടി കൂടുതലായിട്ട് വന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. ദെൻ പിന്നീട് പ്രധാനമായിട്ടും അവിടുത്തെ തീർത്ഥക്കുളം എന്നത് പത്മതീർത്ഥമാണ്. പിന്നീട് ഇപ്പം ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജവംശത്തിനും അതേപോലെ സർക്കാരിൻ്റെ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലും കൂടിയാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ മുതിർന്ന ഒരാളായിരിക്കും അതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടൊരു പോയിന്റ് വൈസ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇവിടുന്ന് പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത് പത്മനാഭദാസൻ ആരാണെന്ന് ചോദിക്കാം, തൃപ്പടി ദാനവുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിക്കാം. അതേപോലെ തന്നെ അവിടുത്തെ വിഗ്രഹം അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ ഘടനയെപ്പറ്റി പ്രധാനമായിട്ടും ചോദിക്കാം. ഇതൊക്കെ പ്രധാനമായിട്ടും ചോദിച്ചു അതായത് കഴിഞ്ഞ ഒരുപാട് എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇങ്ങനത്തത്. അടുത്തൊന്നിലേക്ക് പോവാം. ഇവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം വിഗ്രഹ ശൈലി എന്ന് പറയുന്നത് നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന സാളഗ്രാമങ്ങൾ കൊണ്ടാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അല്ലേ. നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഒരുപാട് കേട്ടതാണ്. 12,008 സാളഗ്രാമങ്ങളെ കൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. പിന്നെ കട്ടുശർക്കര യോഗക്കൂട്ടിലാണ് വിഗ്രഹം നിർമ്മിച്ചത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവണം. കട്ടുശർക്കര യോഗക്കൂട്ടിലാണ് വിഗ്രഹം നിർമ്മിച്ചത്. കൂടാതെ നമുക്ക് ദർശനം നമുക്ക് ഒറ്റ രീതിയിൽ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് നമ്മളെ നടയിൽ നിന്നുകൊണ്ട് നമുക്ക് ശ്രീലകത്തേക്ക് നോക്കിയാൽ വിഗ്രഹത്തിൻ്റെ രൂപം പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കും. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അങ്ങനെ പറ്റില്ല. 3 വാതിലിൽ കൂടിയാണ് കാണുക. അതും പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ പറ്റില്ല. ഓരോരോ വാതിലിൽ കൂടി ഭഗവാന്റെ ഓരോരോ അംഗങ്ങളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക. അതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒന്ന് ചിലപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തെ പറ്റി ചോദിച്ചേക്കാം, അവരുടെ തൃപ്പടിദാനം, അതേപോലെ തന്നെ ഇത്തരത്തിൽ ഏത് യോഗത്തിലാണ്, കടുശർക്കര യോഗത്തിലാണ് അവിടെ വിഗ്രഹം നിർമ്മിച്ചത് എന്ന കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉപദേവന്മാരായിട്ടുള്ള ഒരുപാട് ശ്രീകൃഷ്ണസ്വാമി ആയിക്കോട്ടെ നരസിംഹസ്വാമി ആയിക്കോട്ടെ അവരൊക്കെ ഉപദേവന്മാരായിട്ടും പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വടക്കുംനാഥൻ. അതായത് നമ്മൾ നേരെ തിരുവനന്തപുരത്ത് നിന്ന് എങ്ങോട്ടേക്ക് വന്നു, തൃശ്ശൂരേക്ക് വന്നു. തൃശ്ശൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ സ്ഥലം നമുക്കറിയാം എവിടെയാണ്, കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് അല്ലേ. തൃശ്ശൂർ ടൗണിലെ തേക്കിൻകാട് മൈതാനത്തിലാണ് വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പ്രധാനപ്പെട്ട ദേവൻ എന്ന് പറയുന്നത് ശിവനാണ്. കൂടാതെ കേരള വാസ്തുവിദ്യയുടെ മികച്ചൊരു ഉദാഹരണം കൂടിയാണ് വടക്കുംനാഥൻ എന്ന് പറയുന്നത്. പിന്നീട് ദേശീയ സ്മാരക പദവിയായിട്ട് AMASR നിയമപ്രകാരം ദേശീയ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചിട്ടും കൂടിയുണ്ട് ഏത്, വടക്കുംനാഥ ക്ഷേത്രത്തിനെ. ഓക്കെ, ദെൻ നോക്കാം. അതായത് വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമനാണ് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുന്നിൽ നിന്നത് എന്ന് നമുക്ക് മനസ്സിലാവും, സ്ഥാപകൻ എന്ന രീതിയിൽ. കൂടാതെ പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതും കൂടിയാണ് വടക്കുംനാഥ് എന്ന് പറയുന്നത് അല്ലേ. ശ്രീമദ് ദക്ഷിണ കൈലാസം എന്നും കൂടി നമ്മൾ പറയാറുണ്ട്. പരശുരാമ പ്രതിഷ്ഠയിൽപ്പെട്ട 108 ശിവാലയങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടിയാണ് വടക്കുംനാഥൻ. കൂടാതെ ശിവക്ഷേത്രത്തിൽ അതുപോലെ ശിവക്ഷേത്ര സ്തോത്രത്തിൽ ശ്രീമദ് ദക്ഷിണ കൈലാസം എന്ന പേര് പരാമർശിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചേക്കാം, എന്താ ശ്രീമദ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പറയണം വടക്കുംനാഥനാണ് എന്ന് പറയണം. ഓക്കെ, ദെൻ അവിടെ പ്രധാനപ്പെട്ട ഉത്സവം നമുക്കറിയാം അല്ലേ. വടക്കുംനാഥനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നതാണ് തൃശ്ശൂർ പൂരമാണ്. നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ കേരളത്തിനെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന് കാണിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം കൂടിയാണ് നമ്മൾ തൃശ്ശൂർ പൂരം നടക്കുന്നത്. വടക്കുംനാഥൻ്റെ മണ്ണിലാണ് ഈ തൃശ്ശൂർ പൂരം നടക്കുന്നതെന്ന കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അതിലെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. പിന്നീട് യുനെസ്കോ ശുപാർശ ചെയ്തു 2012 ASI കേരളത്തിലെ 14 സ്ഥലങ്ങളിൽ ഒന്നായി ലോക പൈതൃക പട്ടികയ്ക്കായി ശുപാർശ ചെയ്ത ഒന്നുകൂടിയാണ് വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഒന്നേതാണ്, ഇവിടെ ശ്രീമദ് ദക്ഷിണ കൈലാസം എന്ന് പരാമർശിക്കുന്ന ക്ഷേത്രം ഏത് എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ അതവിടെ എഴുതണം വടക്കുംനാഥ ക്ഷേത്രമാണെന്നുള്ള കാര്യം. കൂടാതെ പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്ഷേത്രം. അവിടെ വടക്കുംനാഥനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് പറയാൻ പറ്റും, അവിടെ ഉപദേവന്മാരൊക്കെ പറയാൻ പറ്റും. അവിടെ ശങ്കരനാരായണനും അതേപോലെ മറ്റു ഉപദേവന്മാരൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പറയാം. കൂടാതെ ഒരു നെയ് കൂമ്പാരത്തിലാണ് അല്ലേ. അതായത് വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയ ആൾക്കാർക്ക് അറിയാം, ഒരു നെയ് കൂമ്പാരത്തിൽ നെയ് മലയിലാണ് അവിടെ ഭഗവാൻ, അതിൻ്റെ ഉള്ളിലാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെയ്യ് എന്ന രീതിയിൽ മഞ്ഞിനെ, അതായത് കൈലാസത്തെ അവിടെ ഉപമയായി എടുത്തുകൊണ്ടാണ് എന്നും പറയുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തൊരു ക്ഷേത്രമാണ് ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രം അല്ലെ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നമുക്ക് നോക്കാം. സ്ഥലം എന്ന് പറയുന്ന കേരളത്തിലാണ്, പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലെ റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലാണ് അവിടെ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിശാസ്ത്രപരമായിട്ട് പശ്ചിമഘട്ടമാണ്. കൂടാതെ പെരിയാർ ടൈഗർ റിസർവ് അല്ലെ, പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തിനുള്ളിലാണ് അവിടെ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 1260 മീറ്റർ, ഏതാണ്ട് 4134 അടിയാണ് അവിടെ ഉയരമുള്ളത്. കൂടാതെ സ്ഥാനം എന്ന് പറയുന്നത് 18 മലകളുടെ നടുക്കിലാണ് എന്ന് പറയുന്നത് അല്ലേ. ഒരുപാട് മലകൾ, നമ്മൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് മലകൾ താണ്ടിയിട്ടാണ് പോവുക. അതുകൊണ്ട് തന്നെ 18 മലകളുടെ അധിപനായി കൂടിയാണ് ഭഗവാൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, ഭൂമിശാസ്ത്രപരമായി ഏത് പ്രദേശത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? എവിടെയാണ്? പെരിയാർ ടൈഗർ റിസർവ് അല്ലെ, പെരിയാർ ടൈഗർ റിസർവിനുള്ളിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു ചോദ്യം ഇവിടെ എന്ത് ചെയ്താൽ പ്രധാനമായിട്ടും ചോദിച്ചേക്കാം. പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ കാലാവധി തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്ന്, അതായത് ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ക്ഷേത്രം കൂടിയാണ് ശബരിമല. നമുക്കറിയാം അത് മണ്ഡലകാലമാണ് അല്ലേ. വൃശ്ചികം 1 മുതൽ ഏതാണ്ട് മകരവിളക്ക് വരെ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അവിടെ ശബരിമല എന്ന് പറയുന്നത്. പിന്നീട് വർഷത്തിൽ ശരാശരി 3 മുതൽ 5 കോടി വരെ ഭക്തർ എത്തുന്നുണ്ട്. പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞ അയ്യപ്പൻ ധർമ്മശാസ്താവാണ്. വിശ്വാസപ്രകാരം ആരാണ്? ശിവന്റെയും വിഷ്ണുവിൻ്റെയും പുത്രനായി ജനിച്ച ഹരിഹരസുതനായിട്ടാണ് അവിടെ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഉപദേവന്മാരായിട്ട് മാളികപ്പുറത്തമ്മയുണ്ട്, ആദിമൂല ഗണപതി, അതേപോലെ വലിയ കടുത്തസ്വാമി, കൊച്ചുകടുത്തസ്വാമി, കറുപ്പുസ്വാമി, വാവരുസ്വാമി, നവഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഉപദേവന്മാരും നമുക്ക് ശബരിമല ക്ഷേത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യത ഏതാണ്? പ്രധാന പ്രതിഷ്ഠയെപ്പറ്റി ചോദിക്കാം, അതേപോലെ തന്നെ ഉപദേവന്മാരെ പറ്റിയും പ്രധാനമായിട്ടും ചോദിക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് അതാണ് പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഘടന നമുക്കറിയാം, ചെറിയൊരു ക്ഷേത്രമാണ്. സ്വർണം കൊണ്ട് പൊതിഞ്ഞ 2 ചതുര ശ്രീകോവിലാണ്. കൂടാതെ പ്രധാനമായിട്ടും പറയുന്നത് പമ്പാ നദിയാണ് അല്ലേ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു നദിയാണ് പമ്പാ നദി. കൂടാതെ കേരളത്തിലെ 3ാമത്തെ വലിയ നദിയാണ് പമ്പ. ശബരിമലയ്ക്ക് അടുത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്. കൂടാതെ ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് പമ്പ സ്നാനഘട്ടമാണ്. അവിടെ നമ്മൾ ഭക്തർ ഇവിടുന്ന് കുളിച്ചുകൊണ്ട് അവർക്ക് പിതൃതർപ്പണങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മല ചവിട്ടുന്നത്. ആ കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഇവിടെ എന്താണ്, ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഒന്ന്, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒഴുകുന്ന നദിയെപ്പറ്റി ചിലപ്പോൾ ചോദിച്ചേക്കാം. നമുക്കറിയണം പമ്പാ നദിയാണ്. പമ്പാ നദിയാണ്. പമ്പയിൽ കുളിച്ചുകൊണ്ടാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്? ഇരുമുടിക്കെട്ടുമായിട്ട് അവിടെ ശബരിമലയിലേക്ക് പോകുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുള്ളത്. കൂടാതെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശബരിമല അല്ലേ. ശബരിമല ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. കൂടാതെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമുക്ക് ശബരിമല എന്ന് കൂടി പറയുന്നത്. അതും കൂടി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഈ ക്ഷേത്രങ്ങളെ പറ്റി പ്രധാനമായിട്ടും പറയാൻ. ഇതൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഒരുപാട് പറഞ്ഞ് കൺഫ്യൂസ് ആക്കുന്നതിനേക്കാളും നല്ലത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ അല്ലേ, പ്രധാനപ്പെട്ടും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമിന് വന്ന ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കുമ്പോഴാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതൊന്നല്ല, ഒരുപാട് പറയാനുണ്ട്. അതിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും. പക്ഷേ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. നമുക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എക്സാമൊക്കെ കഴിഞ്ഞാൽ, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് ഒഴിവുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒഴിവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നന്നായിട്ട് പഠിക്കാം. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. കാരണം ഈ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ പലർക്കും എവിടെ നിന്ന് പഠിക്കണം, അതേപോലെ തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരുപാട് കാട് കയറി പഠിക്കണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, കറക്റ്റായിട്ടൊരു സ്റ്റഡി പ്ലാനോട് കൂടി നമുക്ക് പഠിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് LDCയുടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മികച്ച ഒരു ടീമിൻ്റെ കൂടിയാണ് നമ്മൾ ഇത്തവണ ലോങ് ബാച്ചിൽ എന്ത് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത്. നമുക്ക് എന്തായാലും നല്ലൊരു സ്കോറ് ഈ ഒരു ബാച്ചിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി മറ്റ് കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോയിന്റ് വൈസ് ആയിട്ട് എന്താണ് ക്ലാസ്സുകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഇപ്പോൾ ബൈ, താങ്ക് യു.